സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിർത്തുന്നത് മറ്റൊരു ഗെയിമിനും കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡ് സീസൺ 2 സീരീസ് ആണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സഭ്യത്തിന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നേരത്തെ പരിപാടിക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അല്ലല്ലോ വർക്കാണ്ടാണോ ഗൈസ്. അതുപോലെ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബറായ ഒരു ബ്രോ നമുക്ക് തന്ന ഒരു സ്കിന്നാണ് ഗൈസ്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാട്ടോ. നമ്മുടെ സബ്സ്ക്രൈബറായ ഒരു ബ്രോ തന്ന സ്കിന്നാണ്, എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാട്ടോ. ജാസ് ഉണ്ടോന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം എന്തെങ്കിലും വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഒരു അംഗത്തിനുള്ള പുറപ്പാടിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നതായിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ നമ്മുടെ ഓയിൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഡയമണ്ടിൻ്റെ ആവശ്യപ്പെട്ടവരോട് ഡയമണ്ട് എടുത്തേക്കാം, ഹോ എടുത്തേക്കാം. ഇത്ര സാധനങ്ങൾക്ക് ബാക്കി ഇവിടെ ഇരിക്കട്ടെ കേസ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കണം കേസ്. എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടത്. നമ്മളിന്ന് എൻജാൻറ്റ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ ഒബ്സീഡിയനാണ് കേസ് വേണ്ടത്. അപ്പോൾ 3 ഒബ്സീഡിയൻ ഉണ്ടോ തപ്പട്ടെ ഞാൻ. 3 16 ഒബ്സീഡിയൻ ഉണ്ടോ? ഇനിയാണോ കേസ്? ഒരു ബുക്കിൻ്റെ കൂടെ കുറവുണ്ട്. ഞാൻ വിചാരിച്ച എന്താ പറയുക, ബുക്ക് ഇതൊക്കെ അങ്ങോട്ട് കേസ്. ബുക്ക് മാണ്ട വേജ് കേട്ടോ. നോക്കാം കേസ്, നോക്കാം. ബുക്ക് വേറെ ബുക്കുണ്ട് ഗൈസ്. ഓക്കെ, അത് സെറ്റ്. ഓക്കെ, നമ്മളങ്ങനെ നോക്കാം. മതിയുടെ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കിയത്. ഇനി എൻചാൻറ്റിങ് ടേബിൾ വെക്കുന്നത് നമ്മൾ താൽക്കാലികമായിട്ടല്ല, ഗോൾഡ് ഫാർമിലാണ് വെക്കുന്നത്. അവിടെ ഒരു സെറ്റപ്പ് ചെയ്യണം. അടുത്ത എപ്പിസോഡ് ആക്കുമ്പോൾ അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, ഇന്ന് നമ്മൾ ഫുൾ എൻചാൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോഴാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫുള്ള് എൻചാൻറ്റ് ടേബിളിൽ വെച്ചെടുത്തൊക്കെ ഡെക്കറേഷൻ ചെയ്യാം. അടുത്ത എപ്പിസോഡ് ഒരു ഡ്രാഗൺ അടിക്കാൻ ഞാൻ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഗൈസ്. ഓക്കെ, ഡ്രാഗൺ അടിക്കാൻ പോകണം ഗൈസ്. ഏതാ പറ്റുമെന്ന് കരുതുന്നു ഗൈസ്. പറ്റിയില്ലെങ്കിൽ നമ്മൾ അന്ന് ഒരു എൻചാൻറ്റിങ് വീഡിയോ ആയിട്ട് ഇടുമായിരിക്കും. എൻചാൻറ്റിങ് റൂം സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇടുക. പറയാൻ പറ്റില്ലടേ. അപ്പോൾ നമുക്ക് ഒരു കുറച്ചധികം ബുക്ക് വാങ്ങണം ഗെയ്സ്. നമ്മൾ പിന്നെ എമറാൾഡ് റിച്ച് ആയി കഴിഞ്ഞു ഗെയ്സ്. റിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ റിച്ച് ആയി കഴിഞ്ഞു. നമ്മൾ ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം അത്ര മതി. അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ലടേ. ഒരു എത്ര ബുക്ക് വേണോടാ? എത്ര ബുക്ക് വേണം എനിക്ക് ഐഡിയ ഇല്ല. 14 ബുക്കാണ് കണ്ടാ തോന്നുന്നു അല്ലേ? 14 ബുക്കാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് 14 ബുക്ക് വാങ്ങാം. വേറെ ഐഡിയ ഒന്നും ഞാൻ കാണുന്നില്ല. ബുക്ക് അവൻ നിർത്തിയടേ കള്ള. ഓക്കെ, അപ്പോൾ ഇവിടെ വീഡിയോ എടുത്തനും കൂടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഫോർച്യൂൺ 3 കിട്ടിയിട്ട് കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഫോർച്യൂൺ 3 കിട്ടിയിട്ടുണ്ട്. ബോയ്. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവൻ ചുമ്മാതെ കേട്ടോ. ഇവനിപ്പോൾ ഏതാണെന്ന്. അയ്യോ, ചുമ്മാതെ വാങ്ങി. പവർ 5 എടാ, ചുമ്മാതെ വാങ്ങി. ഈ ഇവനെ മാറ്റാൻ പറ്റില്ല ഗൈസ്. പവർ 5 തന്നെ വന്നിരിക്കും. ഞാൻ ആ തല്ല് പൊട്ടിച്ച് ഞാനിവിടെ വീണ്ടും ഇതൊക്കെ മടിയാണ്. എനിവേ ഗൈസ്, നമുക്ക് അപ്പോൾ ഈ ബുക്കുകൾ വാങ്ങാം. അതായിരിക്കും നല്ലത്. ഓക്കെ, ഇത് ഭാഗ്യേക്കാം. അപ്പോൾ ഓരോ ബുക്കിങ്ങനെ വാങ്ങാൻ ഗൈസ്. ഇനി അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ഇവരെ വാങ്ങി. ലൂട്ടിങ് 3 വാങ്ങിയേക്കാം. ഇതേതാ? പവർ 3. ലൂട്ടിങ് 3 വാങ്ങിയിട്ടുണ്ട്. കറക്റ്റുള്ള അടക്കി വെക്കും. സ്ഥലമില്ലടേ. ഇതേതാ?
ടച്ച് ഒരെണ്ണം പോരല്ലോ. ഒരെണ്ണം മതിയായിരിക്കും അല്ലേ? ഒന്ന് 2.5 വാങ്ങി. 2.5 വാങ്ങിക്കുന്നുണ്ട്. ഇത് കഴിച്ചാനൊരു ചെറിയൊരു സെറ്റപ്പ് ചെയ്യാൻ പോകണം. ഇവിടെ വെക്കാൻ പോകണം ഗീസല്ല, അല്ലാണ്ട് കാര്യം സെറ്റാവില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇറക്കി വെക്കട്ടെ. ഇറക്കി വെക്കാൻ പോലും സാധ്യമില്ലേ? ഓക്കെ, 2 വെച്ചു. ഇത് നമ്മളിങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗീസ് അതിന് വേണ്ടിയാണ് എല്ലാം ചെയ്യണം ഗീസ്, അതാണ്. ഓക്കെ, പിന്നെ വേണ്ട നമുക്ക് സോഡാണ്. ഐസ് വേണം, ആക്സ് വേണം, ഷവല് വേണം, വേണം. ഒരു പിക്കാക്സും കൂടെ വേണം ഗൈസ്. ഒരു പിക്കാക്സും കൂടെ എൻ്റെ സെറ്റ് ആവുള്ളൂ. വീട്ടിൽ പിക്കാക്സ് ആണോ ആക്സ് ആണോ ഇരിക്കുന്നത്? ആക്സ് ആണ് ഗൈസ് ഇരിക്കുന്നത്, ഉറപ്പിച്ച് ആക്സ് ആണ്. ആക്സ് അല്ലെങ്കിൽ നമുക്ക് വേറെ തിരിച്ചെങ്കിൽ ഓക്കെ. പിക്കാക്സ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം കറക്റ്റ് ഓർഡറിൽ വെക്കണം. ഇനി അതാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഇത് വെറുതെ വാങ്ങിയോലെ ഇപ്പം. ഓക്കെ, എത്ര നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓയ്ക്കും സ്കിൽ ടച്ച് തന്നെ കൊടുക്കാം അല്ലേ? സ്കെച്ചെന്നൊക്കെ വരുന്ന ഗൈസ്. അപ്പോൾ ഇത് 10 വെച്ചിട്ടുണ്ട്. ബുക്കൊക്കെ പിന്നെ വാങ്ങാൻ ഗൈസ്. എൻജാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധനങ്ങളെല്ലാം വാങ്ങണം, ഇത് ചെയ്യണം ഗൈസ്. അപ്പം ഞാൻ എല്ലാം ഒന്ന് വാങ്ങി സെറ്റായിട്ട് വരാൻ അത് ശരിയാവും. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഇത് എൻജാൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ സോഡിൻ്റെ പരിപാടി തീർത്തിട്ടുണ്ട്. സോഡിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ബോയ്, ഇതെല്ലാം ഒന്ന് എടുത്തേക്കാം. സോഡിൻ്റെ പരിപാടി നമുക്ക് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ സോഡ് നമുക്കൊന്നും ചെയ്യേണ്ട കേസ്. പിന്നെ നമുക്ക് ഫുള്ള് സോഡ് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഇരിക്കും. ഗൈസ്, നേരെ ഗോൾഡ് ഫാമിലി കൂടാം ഗൈസ്. നമ്മുടെ ഗോൾഡ് ഫാം നല്ല വർക്കിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് കയറുന്നുണ്ട്. 14 പെട്ടെന്നായിട്ട്. അയ്യോ, എൻ്റെ കയ്യിൽ ഫുൾ ചൂട് കയറി ഇവന്മാരുടെ. അതാണ് പറ്റുന്നത്. ഇഷ്ടമാതിരിയാണ് സ്റ്റെക്കായത്. എങ്ങനെ സ്റ്റെക്ക് ആവാതിരിക്കും കറക്റ്റ് ചെയ്യട്ടെ, അല്ലാണ്ട് ദേഹത്ത് കൈ മൊത്തം. സോ ഗൈസ്, അപ്പോൾ ചെറിയ അബദ്ധം ഞാൻ ചെയ്തു. ഇതേപോലെ ഞാൻ ഫ്രണ്ടോട്ട് കയറി നിന്നതാണ്, എനിക്ക് അടി കിട്ടി, ഞാൻ ചത്ത് ഗൈസ്. എൻ്റെ ഉള്ളതെല്ലാം പോയില്ലേ ഗൈസ്. അപ്പം നമ്മൾ നമ്മളെന്താണെങ്കിൽ നൈറ്റ് ലൈവ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞായറാഴ്ച നൈറ്റ് നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും. വന്ന് നമ്മൾ ഫുൾ എൻജോയ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ നാളെ ഞായറാഴ്ച വൈകുന്നേരം 9:30 to 10:30 വരെ ലൈവ് ഉണ്ടാവും. അപ്പം എല്ലാവർക്കും സ്വാഗതം ഗൈസ്.
ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ലൈവ് ശനി ഞായർ ലൈവും അല്ലാത്ത ദിവസം വീഡിയോസ് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നാളെ ലൈവ് ഉണ്ടാവും, ഞായറാഴ്ച ലൈവ് ഉണ്ടാവും. ബൈ ബൈ ബൈ. ഇറങ്ങിപ്പോടെ.